BBC ഏഷ്യൻ നെറ്റ്വർക്കിന് നൽകിയ അഭിമുഖത്തിന് പിന്നാലെ ലോക പ്രശസ്ത സംഗീത സംവിധായകൻ AR റഹ്മാനെതിരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങളിൽ പ്രതിഷേധം ശക്തമാകുന്നു. സംഗീത ലോകത്ത് നിന്ന് റഹ്മാന് പിന്തുണയുമായി നിരവധി പേർ രംഗത്തെത്തുമ്പോൾ മലയാളി സംഗീത സംവിധായകൻ കൈലാഷ് മേനോൻ പങ്കുവച്ച കുറിപ്പ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധേയമാവുകയാണ്. വിയോജിക്കാം, പക്ഷേ അപമാനിക്കരുത് എന്ന ശക്തമായ തലക്കെട്ടോടെ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച പോസ്റ്റിലൂടെയാണ് കൈലാഷ് മേനോൻ തന്റെ നിലപാട് വ്യക്തമാക്കിയത്. റഹ്മാന്റെ മകൾ ഖദീജ ഈ പോസ്റ്റ് റീഷെയർ ചെയ്തതോടെ സംഗീത പ്രേമികൾക്കിടയിൽ ഇത് വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. AR റഹ്മാൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അനുഭവമാണെന്നും അതിനെ ബഹുമാനിക്കണമെന്നുമാണ് കൈലാഷ് മേനോൻ ചൂണ്ടിക്കാണിക്കുന്നത്. റഹ്മാനെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞതാണ് ശരി. നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളോട് വിയോജിക്കാം, എന്നാൽ അദ്ദേഹത്തിന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെയോ അനുഭവങ്ങളെയോ നിഷേധിക്കാൻ ആർക്കും അവകാശമില്ല, കൈലാഷ് മേനോൻ കുറിച്ചു. ഇന്ത്യൻ സംഗീതത്തെ ലോകത്തിന്റെ നെറുകയിൽ എത്തിച്ച ഒരു ഇതിഹാസ തുല്യനായ കലാകാരനെതിരെയാണ് ഇത്തരത്തിൽ ഹീനമായ സൈബർ ആക്രമണം നടക്കുന്നത് എന്നത് ഖേദകരമാണെന്ന് അദ്ദേഹം പറഞ്ഞു. കേവലം ഒരു അഭിപ്രായ പ്രകടനത്തിന്റെ പേരിൽ വ്യക്തിഹത്യ നടത്തുന്നത് ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ലെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. റഹ്മാന്റെ വിശ്വാസത്തെയും അദ്ദേഹത്തിന്റെ സംഗീത സൃഷ്ടികളെയും ലക്ഷ്യം വെച്ചാണ് ഇപ്പോൾ സൈബർ ഇടങ്ങളിൽ ആക്രമണം നടക്കുന്നത്. ഇതിനെ വിമർശനമായി കാണാൻ കഴിയില്ലെന്നും ഇത് വ്യക്തമായ വിദ്വേഷ പ്രസംഗമാണെന്നും കൈലാഷ് മേനോൻ തുറന്നടിച്ചു. റഹ്മാന്റെ വെളിപ്പെടുത്തലുകളെ കേവലം ഒരു ഇരവാദം മാത്രമായി മുദ്രകുത്തുന്ന പ്രവണതയെ കൈലാഷ് വിമർശിച്ചു. വർഷങ്ങളോളം സിനിമയിൽ പ്രവർത്തിച്ച ഒരാൾ തനിക്ക് നേരിട്ട് വിവേചനങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതിനെ ഗൗരവമായി കാണുന്നതിന് പകരം അവഹേളിക്കുന്നത് ശരിയല്ലെന്ന് അദ്ദേഹം പറഞ്ഞു. വിയോജിക്കുന്നത് തെറ്റല്ല, അതൊരു ജനാധിപത്യപരമായ അവകാശമാണ്. എന്നാൽ ഒരു ശരാശരി വിയോജിപ്പ് എന്നതിനപ്പുറം അത് വ്യക്തിഹത്യയിലേക്കും സൈബർ ആക്രമണങ്ങളിലേക്കും കടക്കുന്നത് ഭയാനകമായ സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത്, കൈലാഷ് പോസ്റ്റിൽ വ്യക്തമാക്കി. BBC ഏഷ്യൻ നെറ്റ്വർക്കിന് നൽകിയ അഭിമുഖത്തിലാണ് റഹ്മാൻ ബോളിവുഡിനെ കുറിച്ചും നിലവിലെ ഇന്ത്യൻ സിനിമ സാഹചര്യത്തെക്കുറിച്ചും ചില തുറന്നു പറച്ചിലുകൾ നടത്തിയത്. കഴിഞ്ഞ 8 വർഷത്തിനിടെ ബോളിവുഡിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചതായി അദ്ദേഹം നിരീക്ഷിച്ചിരുന്നു. കലാപരമായ കാഴ്ചപ്പാടുള്ളവർക്ക് പകരം ക്രിയേറ്റീവ് അല്ലാത്ത ആളുകളാണ് ഇപ്പോൾ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്നതായിരുന്നു റഹ്മാന്റെ പ്രധാന വിമർശനം. ഇത്തരം മാറ്റങ്ങൾ സിനിമയുടെ ഗുണനിലവാരത്തെ ബാധിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. തനിക്ക് ബോളിവുഡിൽ നിന്ന് അവസരങ്ങൾ കുറയുന്നതായി വെളിപ്പെടുത്തിയ റഹ്മാൻ ഇതിനു പിന്നിൽ ഒരു ഗൂഢസംഘം പ്രവർത്തിക്കുന്നുണ്ടെന്ന് നേരത്തെയും സൂചിപ്പിച്ചിരുന്നു. എന്നാൽ ഇത്തവണ അതിൽ വർഗീയപരമായ ചീരിതിരിവുകൾ ഉണ്ടെന്ന് ചില സംസാരങ്ങൾ കേൾക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ ബോളിവുഡ് ചിത്രം ഛാവയെ കുറിച്ച് റഹ്മാൻ നടത്തിയ പരാമർശമാണ് സൈബർ ആക്രമണകാരികളെ പ്രകോപിപ്പിച്ചത്. ഈ പ്രൊജക്ട് ആളുകൾക്കിടയിൽ ഭിന്നതയുണ്ടാക്കാൻ സാധ്യതയുള്ളതാണെന്ന് തനിക്ക് തോന്നിയെന്ന് റഹ്മാൻ പറഞ്ഞിരുന്നു. ചരിത്രപരമായ പശ്ചാത്തലമുള്ള സിനിമകൾ നിർമ്മിക്കുമ്പോൾ അത് സമൂഹത്തിന്റെ വിദ്വേഷം വളർത്തുന്ന രീതിയിലാകരുത് എന്ന പക്ഷക്കാരനാണ് റഹ്മാൻ. ഒരു കലാകാരൻ എന്ന നിലയിൽ സാമൂഹിക പ്രതിബദ്ധത മുൻനിർത്തിയാണ് അദ്ദേഹം അത്തരം ഒരു നിലപാട് സ്വീകരിച്ചത്. എന്നാൽ ഈ പ്രസ്താവനയെ റഹ്മാന്റെ മതപരമായ വിശ്വാസങ്ങളുമായി കൂട്ടുകെട്ടാനാണ് സോഷ്യൽ മീഡിയയിലെ ഒരു വിഭാഗം ശ്രമിച്ചത്. അദ്ദേഹത്തിന്റെ ദേശീയതയെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള കമന്റുകളും സൈബർ ഇടങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു. സൈബർ ആക്രമണം രൂക്ഷമായതോടെ റഹ്മാനെ പിന്തുണച്ച ലോകമെമ്പാടുമുള്ള ആരാധകർ രംഗത്തെത്തിയിട്ടുണ്ട്. ഓസ്കാർ ജേതാവായ ഒരു കലാകാരനോട് രാജ്യം കാണിക്കേണ്ട മര്യാദ ഇതല്ലെന്ന് ആരാധകർ അഭിപ്രായപ്പെടുന്നു. കൈലാഷ് മേനോനെ പോലെയുള്ള സഹപ്രവർത്തകർ നൽകുന്ന പിന്തുണ റഹ്മാനെ പോലൊരു കലാകാരന് വലിയ കരുത്താണ് നൽകുന്നത്. കലയും കലാകാരനെയും രാഷ്ട്രീയത്തിനും വർഗീയതയ്ക്കും അപ്പുറം കാണാൻ സമൂഹം തയ്യാറാകണമെന്ന സന്ദേശമാണ് ഈ പോസ്റ്റിലൂടെ കൈലാഷ് നൽകുന്നത്. റഹ്മാന്റെ മകൾ ഖദീജ റഹ്മാൻ കൈലാഷിന്റെ പോസ്റ്റ് പങ്കുവച്ചതും ശ്രദ്ധേയമാണ്. തന്റെ പിതാവിനെതിരെ നടക്കുന്ന അനാവശ്യ വിവാദങ്ങളിൽ മകൾ നേരിട്ട് മറുപടി നൽകുന്നതിന് പകരം സംഗീത ലോകത്തു നിന്നുള്ള പിന്തുണ പങ്കുവെക്കുകയാണ് ചെയ്തത്. ഏതായാലും അഭിപ്രായ പ്രകടനങ്ങളുടെ പേരിൽ കലാകാരന്മാരെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന പ്രവണത ഗൗരവകരമായ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ സിനിമാ പ്രവർത്തകർ ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.